Okay, I am Remy Rose Michael, Ireland Country Specialist at Entry Fly. So, ഞാനായിരിക്കും ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Then meanwhile അഭിരാം എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഹെഡ്, അയർലൻഡ് കമ്മ്യൂണിറ്റി ഹെഡ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആഫ്റ്റർ ദ സെക്ഷൻ, എൻഡ് ഓഫ് സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഭിരാമുമായിട്ട് സംസാരിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും അറിയാലോ എൻട്രി ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു ലേണിംഗ് ആപ്പാണ്. സോ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 300+ ലൈക്ക് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ലാംഗ്വേജസിൽ. സോ മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് PSC, SSC, RRB, ബാങ്കിങ്, IELTS, ജർമ്മൻ, ജോബ് ഓറിയന്റഡ്, പ്ലേസ്മെന്റ് സപ്പോർട്ട്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും എൻട്രി ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൽ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ, ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് ഓൺലൈൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IELTS, PT, ഇതിന്റെയൊക്കെ ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ എൻട്രി ഫ്ലൈ ത്രൂ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ആ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ എൻട്രി ആപ്പിന്റെ ഒരു കാറ്റഗറിയാണ് എൻട്രി ഫ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എൻഡ് ടു എൻഡ് സപ്പോർട്ട്, അതായത് ഇനിഷ്യൽ കൗൺസിലിംഗ് തൊട്ട് സ്റ്റുഡന്റ് അവിടെ ചെന്ന് സെറ്റിൽ ആവുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. പിന്നെ നമ്മളിവിടെ ലൈക്ക് അക്കോമഡേഷൻ അസിസ്റ്റൻസ്, പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ്, ലൈക്ക് IELTS കോച്ചിങ്, വിസ അസിസ്റ്റൻസ്, സ്കോളർഷിപ്പ് സപ്പോർട്ട്, ഫോറസ്റ്റ് സപ്പോർട്ട്, പാർട്ട് ടൈം ജോബ് ഗൈഡൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ് സപ്പോർട്ട്, പോസ്റ്റ് അറൈവൽ അസിസ്റ്റൻസ്, CV എഡിറ്റിംഗ്, ലൈക്ക് നിങ്ങൾക്ക് ക്വിക്ക് ഓഫർ ലെറ്റർ, 1-on-1 കൗൺസിലിംഗ്. സോ ഇത്രയും ഈവൻ ലൈക്ക് ലോൺ അസിസ്റ്റൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പോകുന്ന ഒരു സ്റ്റുഡൻസിന് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് ഭയങ്കര ലൈക്ക് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസോ അല്ലെങ്കിൽ ലൈക്ക് രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ ഫീസ് വരും, അത് നിങ്ങൾ ഡയറക്ട്ലി യൂണിവേഴ്സിറ്റിക്ക് ആയിരിക്കും പേയ്മെന്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സർവീസസും ഫ്രീ ആയിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷൻ മെയിൻ ആയിട്ട് നമ്മൾ അഭിരാം, ലൈക്ക് നമ്മുടെ അയർലൻഡ്, അതായത് അഭിരാം നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു, ഇപ്പൊ 2 year ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. സോ ആളുടെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പം ലൈക്ക് ജോബ് ചെയ്യുന്നുണ്ട്. സോ അഭിരാം ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പം അയർലൻഡ്, ഇപ്പൊ നമ്മൾ പറയുന്നേക്കാളും ലൈക്ക് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറയുന്നേക്കാളും നിങ്ങൾക്ക് അയർലൻഡിൽ ചെന്ന് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പം അത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അഭിരാമിനെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ചെന്നിട്ടായാലും നിങ്ങളുടെ ആഫ്റ്റർ ലാൻഡിംഗ് സർവീസ്, പിക്കപ്പ്, അതുപോലെ GNIB, PPSN, അങ്ങനെ എന്ത്, ഇവൻ എൻ്റെ ഒരു സ്റ്റുഡന്റ് റീസെന്റ് കോളേജിൽ ചെന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ അഭിരാമായിരുന്നു ഹെൽപ്പ് ചെയ്തതൊക്കെ. സോ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ കൺട്രി പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ നോട്ട് ഉണ്ടായിന്ന് വരില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ആയിരിക്കും, കമ്മ്യൂണിറ്റി ഹെഡ് ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ അഭിരാമായിരിക്കും സംസാരിക്കും. സോ നിങ്ങൾക്ക് ത്രൂ ഔട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ചോദിക്കാം. ഡൗട്ട് ആയിട്ട് നിങ്ങൾക്ക് അയർലൻഡ് റിലേറ്റഡ് എന്തുണ്ടെങ്കിൽ അഭിരാമോട് ചോദിക്കാം കേട്ടോ. സോ അഭിരാം. ഓഡിബിൾ ആണോ? ഞാൻ കേൾക്കാമോ? ഹലോ, ഓക്കെ. ഞാൻ എന്നെ പറ്റി പറയാം. ഞാൻ കറന്റ്ലി, എൻ്റെ പേര് അഭിരാം. ഞാൻ കറന്റ്ലി ഡബ്ലിനിലുണ്ട്. DBSC എന്നാണ് എൻ്റെ MSc ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ചെയ്തത്. എൻട്രി ഫ്ലൈ ത്രൂ ആണ് വന്നത്. ഇപ്പോ ഞാൻ എൻ്റെ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റാമ്പ് 1G എന്ന് പറഞ്ഞ വിസയിലാണ്. ഇപ്പോ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കറക്റ്റ് 1 വർഷം മുന്നേ നിങ്ങൾ ഇരുന്ന പോലെയായിരുന്നു ഞാൻ ഇരുന്നത്. ഭയങ്കര നെർവസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ലൈക്ക് പോപ്പുലർ ഡെസ്റ്റിനേഷൻ കോളേജിന്റെ, പിന്നെ ടോപ്പ് കോഴ്സസ് ഏതാ, പിന്നെ പോപ്പുലർ യൂണിവേഴ്സിറ്റീസ്. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോളേജസ് ഉള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഡബ്ലിൻ, ഞാനിപ്പോ മെയിൻ താമസമുള്ള ഡബ്ലിനിൽ, പിന്നെ കോർക്ക്, പിന്നെ ഗാൽവേ, പിന്നെ ലിമറിക്. ഈ 4 പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റിയ നല്ല കോളേജസ് ഒക്കെ ഉള്ള, നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണ നല്ല ടോപ്പ് 4 ഡെസ്റ്റിനേഷൻസ് അയർലൻഡില്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ IT, ഫൈനാൻസ്, പിന്നെ ഡാറ്റ അനലിറ്റിക്സ്, നഴ്സിംഗ്, പിന്നെ എഞ്ചിനീയറിംഗ്. ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഈ നഴ്സിംഗിനാണ് ഇവിടെ ഉള്ളത്. ടോപ്പ് 1 ഓഫ് ദ മോസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഏറ്റവും നഴ്സിംഗിനാണ് ഉള്ളത്. പിന്നെ
ഏറ്റവും നല്ല കോളേജസ് എന്ന് പറയുമ്പോൾ ട്രിനിറ്റി കോളേജ്, UCD, പിന്നെ UCC, പിന്നെ TUD കോളേജ്, പിന്നെ DBS. ഈ 5 കോളേജാണ് ഇവിടുത്തെ ടോപ്പ് മോസ്റ്റ് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് ആണ്. പിന്നെ ഇവിടുത്തെ ഇവര് എൻട്രി റിക്വയർമെന്റ് പറയുന്നത് 60% ആണ് മാസ്റ്റേഴ്സിനായാലും ബാച്ചിലേഴ്സിനായാലും. പിന്നെ ഓവറോൾ IELTS ഗ്രേഡ് 6.5 സംതിങ്. പിന്നെ മെയിൻ ആയിട്ട് വേറെ പറയാനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ 20 മണിക്കൂർ ജോബ് ചെയ്യാം. ഇപ്പൊ ലോൺ എടുത്തു വന്ന ആൾക്കാരാണ് എക്സ്ട്രാ ചെയ്യണം എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. റെമിറ്റേജിനോട് എന്റെ നമ്പറോ ലൈക്ക് എന്തെങ്കിലും വേറെ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും. എന്നെ കണക്ട് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോ ഇവരുടെ റൂൾ അനുസരിച്ച് 20 മണിക്കൂർ നിങ്ങൾക്ക് പണിയെടുക്കാൻ മീൻസ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ പെർ വീക്ക്. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് 13.5 യൂറോസ് ആണ് പെർ വീക്ക് പെർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 1200 പെർ മണിക്കൂർ വരെ തരും. പിന്നെ നിങ്ങൾ സ്റ്റാമ്പ് നിങ്ങൾക്ക് വെക്കേഷൻസിന് 40 hours വരെ വർക്ക് ചെയ്യാം, ലൈക്ക് വിത്ത് പെർമിഷൻ. കോളേജിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ കോളേജിൽ നിന്ന് ലെറ്റർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 40 മണിക്കൂർ വരെ ഇവിടെ വർക്ക് ചെയ്യാം. പിന്നെ എന്താ പറയാ, കോമൺ പാർട്ട് ടൈം ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ ഡെലിവറീസ്, അഡ്മിൻ റോൾസ്, റെസ്റ്റോറൻറ്റ്സ്, റീറ്റെയിൽസ്. പിന്നെ ഞാനിപ്പോ ഫുൾ ടൈം ചെയ്യുന്നത് ഓഡിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ സീരീസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ AMC പ്രൊഡക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സ്റ്റാമ്പ് 1G ആവുന്നത്. ഈ സ്റ്റാമ്പ് 1G നമുക്ക് 2 ടൈംസ് റിന്യൂ ചെയ്യണം. പിന്നെ ഈ 2 വർഷം ഇരുന്നുകൊണ്ട് വേണം നമുക്ക് സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ. എന്നാലേ പിന്നെയുള്ള സമയത്ത് നമുക്ക് കുറച്ചും കൂടി ലൈക്ക് PR-നും സിറ്റിസൺഷിപ്പിനൊക്കെ ഹെൽപ്ഫുൾ ആവുള്ളൂ. പിന്നെ ഇവിടെ നല്ലൊരു സെക്ടേഴ്സ്, ഏറ്റവും കൂടുതൽ ഹയറിംഗ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ IT, സോഫ്റ്റ്വെയർ, പിന്നെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ഫാർമസ്യൂട്ടിക്കൽസ്, കൺസ്ട്രക്ഷൻ ഇവിടെയൊക്കെ നല്ല സ്കോപ്പ് ആണ് കേട്ടോ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആരെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് തരാം എൻ്റെ ഫ്രണ്ട്സിനായിട്ട്. പിന്നെ ഇവിടെ എല്ലാവരും വിസയും കാര്യങ്ങളൊക്കെ ആയ ആൾക്കാരാണോ, അതോ വിസ വെക്കാൻ പോകുന്നതാണോ, പ്രോസസ്സിങ്ങിലാണോ, എങ്ങനെയാ എല്ലാവരും? ഇതിൽ കുറെ പേര് പെൻഷൻ ഡെപ്പോസിറ്റ് അടച്ചിട്ട് ലൈക്ക് വെയിറ്റ് ചെയ്യാണ് സെറ്റിൽമെന്റിലേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് ലൈക്ക് കൺഫ്യൂസ്ഡ് ആണ്. അയർലൻഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലാണെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്താലും മതി, അബി റിപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് അയർലൻഡ് റിലേറ്റഡോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് മീൻസ് ആ കൺട്രിയെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ കോളേജിനെ കുറിച്ചോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കും ഡൗട്ട് ഇല്ലേ? ഹായ് എബ്രാം. ആഫ്റ്റർ സ്റ്റഡീസ് നമ്മുടെ ഈ സ്റ്റാമ്പ് 1Gയുടെ കാര്യം പറഞ്ഞില്ലേ, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമോ? ഓക്കെ, ഞാൻ കറന്റ്ലി സ്റ്റാമ്പ് 1Gയിലായി. ഞാൻ 1 month ബാക്കിലാണ് റിന്യൂ ചെയ്തത്. അപ്പോൾ നമുക്ക് വരുമ്പോൾ 6 months വിസ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും വിസ പുതുക്കണം. 300 euros ആവും ആ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് 1 വർഷത്തെ സ്റ്റാമ്പ് 2 കിട്ടുന്നത്. അന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഏപ്രിൽ ഇൻടേക്ക് ആണെങ്കിൽ അടുത്ത ഏപ്രിൽ വരെയുള്ള വിസ ആയി കിട്ടും. പക്ഷെ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഏപ്രിൽ തൊട്ട് 6 months അന്ന് വെച്ചാൽ ഐ തിങ്ക് ഒരു നവംബർ വരെയുള്ള വിസ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ വിസ പ്രോസസ്സിംഗ് ആയിട്ട് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് ഞാൻ എല്ലാം ഫുൾ കോർഡിനേറ്റും കാര്യങ്ങൾ ചെയ്യണമായിരിക്കും. എങ്ങനെയാ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ വന്നതിന് ശേഷം ഒരു 300-350 euros കൊടുത്ത് നമ്മൾ സ്റ്റാമ്പ് 2 എക്സ്റ്റെൻഡ് ചെയ്യണം 1 yearലേക്ക്. നിങ്ങളുടെ കോഴ്സ് എത്രയാണോ അത്രയും നാളത്തേക്ക് വേണ്ടിയാണ് ഈ സ്റ്റാമ്പ് 2 എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ചിലവർക്ക് 1.5 years കോഴ്സ് ആയിരിക്കും, ചിലവർക്ക് 2 years കോഴ്സ് ആയിരിക്കും, ചിലർക്ക് 1 year കോഴ്സ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് എക്സാം ഒക്കെ പാസ്സായി സപ്ലീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കോളേജിൽ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും നമ്മൾ പാസ്സായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട്
പിന്നെ ഇൻഷുറൻസ് നമുക്ക് പുതുക്കണം, ഇയർലി നമുക്ക് ഇൻഷുറൻസ് എടുക്കണം, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം. അതെല്ലാം കൂടി ഒന്ന് പുതുക്കി റിന്യൂ ചെയ്തിട്ട് നമ്മൾ വിസ കഴിയുന്നതിന്റെ ഒരു മാക്സിമം 2 months ഓർ 1 month അതിന് മുന്നേ ചെയ്യാൻ നോക്കുക. എനിക്കിപ്പോ April 31 ഈ 31 എന്റെ വിസ തീരും, ലൈക് സ്റ്റാമ്പ് 2ന്റെ. അപ്പൊ ഞാൻ റിസ്ക് ഒന്നും എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ എല്ലാവരും പറഞ്ഞത് 1.5 months മുന്നേ ചെയ്യണതാണ്. അപ്പൊ ഞാനത് ഇതെല്ലാം ഓൺലൈനാണ്, നമുക്ക് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, വിസ റിന്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് വേറെയാ. അപ്പോൾ സ്റ്റാമ്പ് 1G മാറുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് വേറെ. അപ്പൊ ഇൻഷുറൻസ് അതിനനുസരിച്ച് നമ്മൾ നല്ല നോക്കി, നല്ല കുറെ ഏജൻസീസ് ഉണ്ട്, അതിനനുസരിച്ച് നല്ല ഇൻഷുറൻസ് എടുക്കുക. എനിക്ക് ഏകദേശം ഒരു 250 euros അടുത്ത് ഇൻഷുറൻസ് ആയി. പിന്നെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 300 euros. സ്റ്റാമ്പ് 1G അത് നമുക്ക് ലീഗലി ഇവിടെ 40 hours കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പെർ വീക്ക്. അങ്ങനത്തെ കുറച്ച് പിന്നെ വേറെ കുറെ ബെനിഫിറ്റ്സും കാര്യങ്ങളുണ്ട് 40 hours. സ്റ്റാമ്പ് 1G മാറുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇന്റേൺഷിപ്സ് ഒക്കെ കൂടുതൽ ചെയ്യാം, നമുക്ക് കൂടുതൽ പെർമിഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് കോളേജിൽ നിന്ന് എടുക്കേണ്ടി വരില്ല. നമ്മൾ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് അതിനനുസരിച്ച് പെർമിഷൻസും കാര്യങ്ങളും കോളേജിൽ നിന്ന് മേടിച്ചാലേ ഇവിടെ പാർട്ട് ടൈമിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൂട്ടി തരാനോ ഓർ ലൈക്ക് അവൈലബിലിറ്റി നമുക്ക് കൊടുക്കാനോ ഒക്കെ സമ്മതിക്കുള്ളൂ. Hi, Bram. ഹായ് ആൽവിൻ. Hi. So, എനിക്ക് 2 questions ആണുള്ളത്. ഇപ്പം Okay. അയർലൻഡിൽ ഇപ്പം മറ്റ് ചില കൺട്രീസിൽ 1 year പ്രോഗ്രാംസ് മാസ്റ്റേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ ഓൾറെഡി മാസ്റ്റേഴ്സ് ഉള്ളത് ആൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇനഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കോ അയർലൻഡിൽ അത് പോസിബിൾ ആണോ? ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു MBA കഴിഞ്ഞ ഒരാളാണ്. സോ ഓക്കെ, am I eligible for 1 year program or something? Because it's a huge amount. കാരണം എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും എൻട്രിഫൈ എന്ന് വന്ന ആൾക്കാരാണ്. അനു Okay. രവി ചേച്ചിക്ക് അറിയാം. പുള്ളിക്കാരി ഓൾസോ ലൈക്ക് MBA എടുത്തിട്ട് വന്നതാണ്. ഇവിടെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. എക്സ്പീരിയൻസ് എന്തോരം ഉണ്ടോ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചും കൂടി നല്ല ഹയർ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വെച്ചാൽ കുറെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്, നാട്ടിൽ നിന്ന് വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ അത്യാവശ്യം നല്ല ഡിഗ്രീസ് ഉള്ള ആൾക്കാർക്കൊക്കെയാണ് കുറച്ചും കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് വേഗം കിട്ടുന്നത് ഹയർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോ ലൈക്ക് നോ ഇഷ്യൂ, ലൈക്ക് നിങ്ങൾക്ക് MBA ഉള്ളതോ ഒരു മാസ്റ്റേഴ്സ് കൂടി പോയതിന്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാകും. നല്ലത് മാത്രമേ അല്ല, ഉള്ളൂ. അങ്ങനെയല്ല അവിടുത്തെ യൂണിവേഴ്സിറ്റീസിൽ 1 year പ്രോഗ്രാം അവൈലബിൾ ആണോ? സാധാരണ മാസ്റ്റേഴ്സ് 2 years ആണല്ലോ കൊടുക്കുന്നത്. അപ്പം അതെ, 1 year നമുക്ക് ഞാൻ ഓൾറെഡി 1 year മാസ്റ്റേഴ്സ് ആണ് ചെയ്തത്. ഓക്കെ അപ്പൊ 2 years മാൻഡേറ്ററി അല്ല അങ്ങനെ, റൈറ്റ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ലൈക്ക് ഫീസിബിൾ, നിങ്ങൾക്ക് എന്താണ് താല്പര്യം, അത് നിങ്ങൾ ലൈക്ക് പ്രസന്റ് ചെയ്യുക. എന്തായാലും ലൈക്ക് ഇവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നോർമലി ഇപ്പൊ വിസ ഇന്റർവ്യൂവും 2 ഇന്റർവ്യൂ ഉണ്ടോ? കോളേജിന്റെ സൈഡിൽ നിന്നും വിസ ഇന്റർവ്യൂ ഉണ്ടോ? എങ്ങനെയാണത്? വിസ ഇന്റർവ്യൂ ഉണ്ടാവില്ല കോളേജിന്റെ. സം കോളേജ് ഇപ്പൊ ട്രിനിറ്റി ഒക്കെ ആണെങ്കിൽ എന്താ പറയുക, ഈ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ DBSന് ഇന്റർവ്യൂ ഇല്ല. NCIന് ചില കോഴ്സസിന് മാത്രം ഇന്റർവ്യൂ ഉള്ളൂ. DBSന് നോട്ട് ഒരു കോഴ്സിനും ഇന്റർവ്യൂ ഇല്ല. ഓക്കെ, ജസ്റ്റ് SOP മാത്രം സബ്മിറ്റ് ചെയ്താൽ അവര് മതി, അക്സെപ്റ്റ് ചെയ്യും അല്ലേ? ആക്സെപ്റ്റ് IELTS, റൈറ്റ്? IELTS. ഓക്കെ. ഒരു കാര്യം കൂടെ Yeah. ഫണ്ടിങ്ങിന്റെ എത്രയാണ് എത്രയാണ് നമ്മളൊന്ന് കീപ്പ് ചെയ്യേണ്ടത്? അയർലൻഡ് മിനിമം ചോദിക്കുന്നത് 10,000 euros ആണ്. പക്ഷെ ഒരു സേഫ് ആയിട്ട് വെക്കണമെങ്കിൽ മിനിമം ഒരു 12,500 euros. ഒരു നമ്മൾ ഞാൻ വെച്ചത് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 15 lakhന്റെ അടുത്ത് വെച്ചു. ലൈക്ക് ഗോ ഫോർ 12-13 lakhs. ഓക്കെ. ITR മാൻഡേറ്ററി ആണല്ലേ? ITR മാൻഡേറ്ററി ആണ്. ഇഫ് യു ആർ വർക്കിംഗ് നിങ്ങൾ എന്തായാലും ITR വെക്കണം. പിന്നെ സ്പോൺസേഴ്സ് ആരാണോ അവരുടെയും വെക്കണം. സ്പോൺസേഴ്സ് ആണ്. സ്പോൺസേഴ്സ് ആണെങ്കിൽ അവരെന്തായാലും വെക്കണം. പിന്നെ ഓക്കെ. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു ചാറ്റ് ബോക്സിൽ. Yes. ഓക്കെ. ഹായ് ഭാനുപ്രിയ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഈ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നോ അത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഒന്ന് രമ്യ ത്രൂ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി.
ഓക്കെ ഭാനുപ്രിയ, ഞാൻ എന്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ നമ്മൾ ഷെയർ ചെയ്യാം. സോ ലൈക്ക് ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് മീൻസ് കോഴ്സ് റിലേറ്റഡോ കോളേജ് റിലേറ്റഡ് ഉണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ അഭിരാമിന്റെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിരാമിന്റെ നമ്പറും ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അബ്രാം 2 years സ്റ്റേ ബാക്ക് അല്ലേ? അതെ, 2 years സ്റ്റേ ബാക്ക് ആണ്. ഓക്കെ ഓക്കെ. ആരെങ്കിലും മെയിൻ ആയിട്ടും 1 year ലൈക്ക് 1 year കോഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ചില 1-2 കോഴ്സസ് മാത്രമാണ് 2 year വരുന്നത്, ലൈക്ക് MSc നഴ്സിംഗ്, MSW ഇങ്ങനത്തെ കുറച്ച് കോഴ്സസ് നമുക്ക് 2 year വരുന്നുണ്ട്. നോർമലി മെയിൻ ആയിട്ടുള്ള എല്ലാ മാസ്റ്റേഴ്സും 1 year ആണ്, 2 year സ്റ്റേ ബാക്ക് ആണ് വരുന്നത് കേട്ടോ. അഭിരാം കണ്ടിന്യൂ. ഓക്കെ, എനിക്ക് ഇവിടുത്തെ വിസ ടൈപ്പും കാര്യങ്ങളൊക്കെ അറിയാവോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റാമ്പ് 2 നമുക്ക് സ്റ്റുഡന്റ് വിസ എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് 2 ടൈം പീരീഡിലാണ് നമുക്ക് 20 hours 40 hours ചെയ്യാൻ പറ്റുന്നത്. ഡ്യൂറിങ് കോളേജ് ടൈം നമുക്ക് 20 hours മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെക്കേഷൻസിന് ചില കോളേജസ് പെർമിഷൻ ലെറ്റർ വേണം, എന്നാൽ 40 hours നമുക്ക് പാർട്ട് ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്ന് പറയാ ലൈക്ക് ഇഫ് യു ആർ ഇൻ കോളേജ് 20 hours മാത്രമേ ഉള്ളൂ എങ്കിൽ അത്രയും ചെയ്യാൻ നോക്കുക. അതിന് മുകളിൽ ചെയ്യാൻ കുറച്ച് അധികം സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈക്ക് അവൈലബിലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 25 hours ഒക്കെ എനിക്ക് പെർ വീക്ക് തരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഡോണ്ട് ഡു മോർ ദാൻ 30. ഒരു 30 മണിക്കൂറിന്റെ മേളിൽ ഒരിക്കലും ചെയ്യരുത്. ലൈക്ക് നിങ്ങൾക്ക് 20 മണിക്കൂർ പെർമിറ്റ് ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കൂടിയാൽ പോലും അത് ഇല്ലീഗലാണ്. പക്ഷെ നോ വൺ കെയർസ്. അത്രയും ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു 25 to 30 അത്രയും ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 30 കൂടുതലോ 25 കൂടുതലോ കൂടാണ്ടിരുന്നാൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ വിസ പുതുക്കും. അതാണ് സ്റ്റാമ്പ് 1G, ലൈക്ക് ഗ്രാജുവേറ്റ് സ്റ്റേ ബാക്ക് വിസ എന്നാണ് അതിന് പറയുന്നത്. അതിനൊരു 2 വർഷം നമുക്കിവിടെ സ്റ്റേ ബാക്കിനത് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാമ്പ് 1G പുതുക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് ജോബും വർക്ക് പെർമിറ്റും ഒക്കെ തപ്പാനും ലൈക്ക് സ്പോൺസർ തപ്പാനുള്ള ടൈം പീരീഡിന് വേണ്ടിയിട്ടുള്ള വിസയാണ് സ്റ്റാമ്പ് 1G എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാമ്പ് 1 വർക്ക് പെർമിറ്റ് ഹോൾഡർ എന്ന് പറയുന്നത്. അത് ടിപ്പിക്കലി ഫോർ 2 years. പിന്നെ സ്റ്റാമ്പ് 1G ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് 5 വർഷം ലൈക്ക് ആ ഒരു വിസയിൽ ഇരുന്ന് നമുക്ക് ചെയ്യാം. അതിനുശേഷമാണ് നമുക്ക് സ്റ്റാമ്പ് 4 നമ്മൾ പോകുന്നത്. ലോങ് ടേം റെസിഡൻസി, ഇപ്പൊ എന്താ പറയാ, നമുക്ക് പിന്നെ ഇവിടെ നമ്മളിവിടുത്തെ റെസിഡന്റ് ആണ്, PR കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതാണ് സ്റ്റാമ്പ് 4 അടുത്ത് വരിക. 5 years ഓഫ് ലീഗൽ റെസിഡൻസി കഴിഞ്ഞാൽ നമുക്ക് PR എന്നുള്ളൊരു ഇത് കിട്ടും, പെർമനന്റ് റെസിഡൻസ് എന്നുള്ള കിട്ടും. അത് കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയാ, പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. കുറച്ചും കൂടി നമ്മളിവിടെ ഓക്കെ ഫിനാൻഷ്യലി എല്ലാം സ്റ്റേബിൾ ആണ്, ഇതാണ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാമ്പ് 4 നമ്മൾ ചാടുന്നത് സിറ്റിസൺഷിപ്പിലോട്ടാണ്. അത് കഴിഞ്ഞ് PR-ഉം സിറ്റിസൺഷിപ്പ് ഒക്കെ ഓക്കെ ആകുമ്പോൾ ലൈക്ക് ഫ്യൂ മോർ ക്രൈറ്റീരിയസ്, അവിടെ നിന്ന് ഞാൻ എത്തിയിട്ടില്ല. സോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാസ്പോർട്ട് ഹോൾഡിംഗ് കിട്ടുക. എന്തെങ്കിലും സ്റ്റാമ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലൈക്ക് പാർട്ട് ടൈം കിട്ടുന്ന പിന്നെ മെയിൻ ആയിട്ട് വേറെ ലിങ്ക്ഡിൻ എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. ലിങ്ക്ഡിൻ ഭയങ്കര മെയിൻ ആണ്. ലിങ്ക്ഡിൻ മാത്രമല്ല, ഇൻഡീഡ്, പിന്നെ ഇവിടുത്തെ കുറച്ച് സൈറ്റ്സ് ഉണ്ട് പാർട്ട് ടൈം ലൈക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഗ്രാഡ് അയർലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജോബ്സ് അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പാർട്ട് ടൈം നമ്മൾ ഡെയിലി ബേസിസിൽ ഇപ്പൊ വന്നിറങ്ങിയ ദിവസം തൊട്ട് ലൈക്ക് നമുക്ക് 2 കാർഡ് വേണം, PPSനും GNAB എന്ന് പറയും. GNAB എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാമ്പ് 2 വിസ എക്സ്റ്റൻഷന്റെ നമുക്ക് നമ്മളിവിടുത്തെ ഒരു റെസിഡന്റ് ആണ്, ലൈക്ക് സ്റ്റുഡന്റ് ആണ്, റെസിഡന്റ് ആണ് എന്നുള്ള കാർഡാണത്. അത് രണ്ടും കിട്ടാൻ വേണ്ടി പിള്ളേർ യൂഷ്വലി വെയിറ്റ് ചെയ്തിട്ടാണ് പാർട്ട് ടൈമിന് തപ്പി തുടങ്ങുന്നത്, കിട്ടിക്കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ അത് കിട്ടുന്നതിന് മുന്നേ തപ്പി തുടങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് സം ഓഫ് ദ ലൈക്ക് എന്താ പറയാ, കുറച്ച് പാർട്ട് ടൈം തരുന്ന ആൾക്കാർ ചിലപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയും. ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ PPS വർക്ക് പെർമിറ്റ് ആയാലും GNAB നമ്മുടെ വിസ അത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ലൈക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ലൈക്ക് നിങ്ങൾ വരുമ്പോൾ തന്നെ അപ്പോയിന്റ്മെന്റ് എന്തായാലും എടുക്കും. സെക്കൻഡ് ഡേ തന്നെ ഇത് അപ്പോയിന്റ്മെന്റ് എടുക്കണം നിങ്ങൾ. പിന്നെ മാക്സിമം ഡെയിലി ബേസിൽ ഇപ്പൊ കുറെ പിള്ളേർ ഇവിടെ പറയുന്നുണ്ട് പാർട്ട് ടൈം കിട്ടുന്നില്ല. പക്ഷെ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്, അവർ ഡെയിലി ബേസിസിൽ ഒരു
അപ്ലൈ ചെയ്യുന്നില്ല. ഡെയിലി ബേസിസിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുക. മാക്സിമം ഒരു 10, 15, 20 ആപ്ലിക്കേഷൻസ് ഡെയിലി അയച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് എന്താണോ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞേക്കുന്നത് അതിനനുസരിച്ച് CV മോൾഡ് ചെയ്ത് ചെയ്യുക. പിന്നെ എല്ലാവരും ഒറ്റ CV വെച്ചിട്ടാണ് പല ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ ChatGPT-യിലോ എങ്ങനെയോ നമുക്ക് എക്സ്പീരിയൻസ് മാറ്റി ഓരോ സൈറ്റിൽ കയറി ഡിഫറെന്റ് ജോബ് ആപ്ലിക്കേഷൻസ് എല്ലാത്തിലും നമ്മൾ അതിനനുസരിച്ച് CV മാറ്റി സബ്മിറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് ലൈക്ക് ഒരു മേ ബി ഒരു 50 ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു 5 to 7, 8 ഇന്റർവ്യൂ കോൾസ് എന്തായാലും വരും. അപ്പൊ എല്ലാ ദിവസവും ലൈക്ക് ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ലിങ്ക്ഡിൻ അപ്ഡേറ്റഡ് ആയിരിക്കണം. ലിങ്ക്ഡിനിലാണ് എനിക്ക് കുറച്ചും കൂടി ഇപ്പൊ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എനിത്തിങ് ഡൗട്ട് ഉണ്ടോ? നമുക്ക് Hi, പോകുമ്പോൾ Abram. എനിക്ക് തോന്നുന്നു ഡെൽന തോമസ് എന്ന ചോദിച്ചിട്ടുണ്ടല്ലോ. ഐ ഹാവ് സം ഇഷ്യൂ ഡൗട്ട് അബൌട്ട് സ്നേഹ ക്യാൻ യു പ്ലീസ് ക്ലാരിഫൈ ടു സ്നേഹ ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ പേഴ്സണലായിട്ട് എന്തെങ്കിലും യൂണിവേഴ്സിറ്റിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നാൽ ഞാൻ അവിടെ എന്റെ കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് പോകുമ്പോ 6 months വിസ അല്ല കിട്ടുന്നത്. അതെ, അപ്പൊ ചെന്ന് കഴിഞ്ഞിട്ട് 6 months വിസ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്പൊ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ വിസയ്ക്ക് വെച്ച ഓൾമോസ്റ്റ് എല്ലാ എൻറ്റയർ ഡോക്യുമെന്റ്സും വെക്കേണ്ടി വരും. അല്ല സോറി, വിസയ്ക്ക് വെച്ചതല്ല. വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് സോറി തെറ്റ് പറ്റി, മൈ മിസ്റ്റേക്ക്. നിങ്ങൾ വെക്കേണ്ടത് ലൈക്ക് ഓഫർ ലെറ്റർ വെക്കണം. പിന്നെ അഡ്രസ് പ്രൂഫ് വെക്കണം. ലൈക്ക് നിങ്ങളിവിടെ വന്ന് വീടെടുത്ത് അഡ്രസ് പ്രൂഫ് വെക്കണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കണം. ഇപ്പോ ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു, നേരിട്ട് പോയിട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിസയ്ക്ക് വെച്ച എൻറ്റയർ ഡോക്യുമെന്റ്സ് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് കൊണ്ടുപോയി ചെയ്യണമായിരുന്നു പതിവ്. ഇപ്പോ ലൈക്ക് ഫ്രം ദിസ് ജനുവരി ഇതെല്ലാം ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ കുറവാണ്. ലൈക്ക് ഐ തിങ്ക് ഒരു 3 ഡോക്യുമെന്റ്സ് മതി. അഡ്രസ് പ്രൂഫും ഓഫർ ലെറ്ററും പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും. മാക്സിമം ഇത്രയും മതി. നമ്മൾ നാട്ടിൽ ഇത്രയും എമൗണ്ട് ഉണ്ടെന്നുള്ളത് കാണിക്കുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അത്രയും മതി. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മള് ഈ പറയുന്ന പോലെ സ്റ്റാമ്പ് 2G പോകും അല്ലേ? 2G അല്ല, സ്റ്റാമ്പ് 2 തന്നെ ഇരിക്കും. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടേണ്ടത് നാട്ടിൽ നിന്ന് കിട്ടുന്നതും സ്റ്റാമ്പ് 2 ആണ്. നമ്മൾ വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും സ്റ്റാമ്പ് 2 ആണ്. ഓക്കെ, അതിനുശേഷം സ്റ്റാമ്പ് 2 നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണോ അതനുസരിച്ച് നമ്മൾ ഇത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യണം. അത് ലൈക്ക് അതിനുശേഷമാണ് സ്റ്റാമ്പ് 1G വരിക. നമ്മള് സ്റ്റാമ്പ് 2 ഇരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഇപ്പൊ പറഞ്ഞ പാർട്ട് ടൈം ആയാലും ലൈക്ക് 20 hours മേലെ ചെയ്യരുതെന്ന് തന്നെയാണ്. ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, കുറച്ചധികം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അഞ്ജുവിന് ഓഫർ ലെറ്റർ കിട്ടിയതാണോ? ലൈക്ക് എല്ലാം കഴിഞ്ഞ ഇല്ല, ജസ്റ്റ് ഞാൻ എൻക്വയറി ചെയ്യുന്നതാണ്. ഏത് കോഴ്സാണ് നോക്കുന്നത്? ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, നാട്ടിൽ എന്താ പഠിച്ചപ്പോ? ഞാൻ MBA ആണ് കഴിഞ്ഞത്. ഓക്കെ, MBA ആണെങ്കിലും ഇപ്പോ നല്ല കോളേജ് DBSും NCA ഒക്കെ നല്ലൊരു കോളേജാണ്. NCA ആകുമ്പോൾ കുറച്ചുകൂടി ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ NCA കുറച്ചും കൂടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോളേജിനെ പറ്റി ഇൻഡെപ്ത് അറിയണമെങ്കിൽ ലൈക്ക് ഈ പറഞ്ഞ കോളേജിലൊക്കെ എനിക്ക് കുറച്ച് ഫ്യൂ കണക്ഷൻസ് ഉണ്ട്. ഞാൻ അവരുടെയൊക്കെ നമ്പർ ഫോർവേഡ് ചെയ്ത് തരാം. എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഡൗട്ട്സ് ഉണ്ടോ എല്ലാവർക്കും? ഹായ് നീനു. ഹായ്. എനിക്ക് ബേസിക്കലി ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പാർട്ട് ടൈം പറഞ്ഞല്ലോ, ഈവൻ ഫോർ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം നമുക്ക് ലിങ്ക്ഡിൻ, ഇൻഡീഡ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോംസ് നമ്മൾ അപ്ഡേറ്റഡ് ആക്കി വെക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ചാനൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോ ലൈക്ക് ഐറിഷ് ജോബ്സ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ കയറി അപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ ലൈക്ക് നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ ടെസ്കോ, ലിഡിൽ, ആൽഡി എന്നൊക്കെ പറഞ്ഞ് കുറെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സൈറ്റിൽ കയറി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ലൈക്ക് ഷോപ്സിനും സൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ കയറി
അതിന്റെ കരിയേഴ്സിൽ പോയിട്ട് വേക്കൻസീസ് ഉണ്ടാകും. വേക്കൻസീസിൽ അതിന് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CV എഡിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ഞാൻ പ്രിഫർ ചെയ്യില്ല, പക്ഷെ മോസ്റ്റ്ലി എല്ലാ പിള്ളേരും ലൈക്ക് CV പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് ലൈക്ക് ഡയറക്റ്റ് വോക്കിൻ ചെയ്ത് CV കൊടുത്തിട്ട് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ പ്രിഫർ ചെയ്യില്ല. എല്ലാം ഓൺലൈനിലാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഈ CV എടുത്ത് ഓരോ ഷോപ്സിലും കയറി ഇറങ്ങി സമയം കളയാണ്ട് CV എഡിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, CV എഡിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ജോബ് കിട്ടാൻ എളുപ്പം അത് തന്നെയാണ്. പാർട്ട് ടൈം എന്തായാലും കിട്ടും. അത് നമ്മുടെ ഒരു ലൈക്ക് എന്താ പറയാ എഫേർട്ടിനനുസരിച്ചായിരിക്കും. ലൈക്ക് വെറുതെ ഇരുന്ന് എന്തായാലും കിട്ടില്ല. നമുക്ക് എന്തായാലും ഡെയിലി ബേസിസിൽ ഞാൻ പറഞ്ഞ പോലെ കുറെ ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യണം, എന്നാലേ പാർട്ട് ടൈം കിട്ടുള്ളൂ. കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പാർട്ട് ടൈം സ്റ്റുഡൻസിന്. കുറെ പേര് ഹയർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയാ ഈ ഓരോ വർഷം ഇത്രയും പിള്ളേർ പാസ് ഔട്ട് ആവുന്നുണ്ട്, ഇത്രയും പിള്ളേർ ഇറങ്ങുന്നുണ്ട്. ഓരോ പിള്ളേരും നല്ല ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുമ്പോൾ ഇവിടെ ലൈക്ക് കുറെ ലൈക്ക് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് സ്റ്റുഡൻസിനെയാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോ ഹായ് അബ്രാം, ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഈ അക്കോമഡേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളൊന്ന് ഫിക്സ് ആക്കി എത്രത്തോളം ഒരു ട്രസ്റ്റ് വർത്തി ആണ്? ബിക്കോസ് ഒരുപാട് സ്കാംസ് ഉണ്ടല്ലോ. നമ്മളെ ആർക്കും അറിയാത്ത രീതിയിൽ പൈസ എന്തെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? എങ്ങനെയാണിത് അത് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ്സിൽ കുറെ തട്ടിപ്പും കാര്യങ്ങളും നടക്കാറുണ്ട്. ചിലവര് വീട് തരാമെന്ന് പറഞ്ഞ് കുറെ നാള് വീട് തരാണ്ടിരിക്കും. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ മെജോറിറ്റി ഇത് മലയാളീസ് ആട്ടോ. അപ്പൊ മലയാളീസിനെ വിശ്വസിക്കരുതെന്ന് പറയൂടെ കുറെ പേര്. അപ്പോ ഇവിടെ വന്ന് സെറ്റിലായ കുറച്ച് പേരൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാക്സിമം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരെങ്കിലും റിലേറ്റീവ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ ത്രൂ ഇവിടെ കണക്ട് ചെയ്യാൻ നോക്കുക. ഓറൽസ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ആഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ആരുമില്ല, റിലേറ്റീവ്സും കാര്യങ്ങളും ആരുമില്ല, ലൈക്ക് വിശ്വസിച്ച് പറയാൻ എന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ആ ആഡ് അയച്ചു തന്നാൽ ലൈക്ക് എവിടെയാണ് അത് പറഞ്ഞ് ഞാൻ ഡയറക്റ്റ് പോയി നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കതൊരു അത് പ്രൊസീഡ് ചെയ്യാന്നുള്ള രീതിക്ക് ചെയ്യാം. പബ്ലിക് പ്ലാറ്റ്ഫോംസ് അങ്ങനൊന്നും ഇല്ലല്ലേ? പബ്ലിക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് വെച്ചാലും മതിയോ? Airbnb പോലെ അങ്ങനത്തുള്ള ഹോട്ടൽ റൂംസിന്റെ ബുക്കിംഗ്സ് വെച്ചാലും മതിയോ? അല്ലല്ല, അയ്യോ അത് പറ്റില്ല. നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ടൊരു അക്കോമഡേഷൻ ഉണ്ടെന്ന് Airbnb വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഒരു അഡ്രസ് പ്രൂഫ് വേണം. അതിപ്പോ എങ്ങനെയാണ് സ്റ്റുഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഇങ്ങനത്തുള്ള ബ്രോക്കേഴ്സ് ഏജൻസീസ് വഴിയാണോ? അതെ, ഞാൻ തപ്പിയത് എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ടും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. ഇവിടെ ഉള്ളതും കൊണ്ട് ഡയറക്റ്റ് പോയി കാണാൻ ഒരാളുണ്ടായി. അതുപോലെ ഡയറക്റ്റ് പോയി കണ്ട് ഉറപ്പാണ് ഫേക്ക് അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പാവും നമ്മൾ നേരിട്ട് പോയി കാണുമ്പോ. അപ്പോ അതായിരിക്കും ഏറ്റവും കൂടി നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ആൽവിന് ഇവിടെ റിലേറ്റീവ്സ് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യുക, ഓറൽസ് എന്നെ അപ്രോച്ച് ചെയ്യുക. എനിക്ക് അങ്ങനെ ആരും ഇല്ല, അതാണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. അല്ല, എന്നെ അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ എന്ത് അക്കോമഡേഷന്റെ ലൈക്ക് ഇപ്പൊ ആഡ് കിട്ടിയാൽ ഓർ ലൈക്ക് എനിക്ക് എന്തെങ്കിലും വന്നാൽ എത്ര പേരാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ഇവിടെ ഫിൽട്ടർ ചെയ്ത് നോക്കി എന്തെങ്കിലും ഞാൻ ഡയറക്റ്റ് പോയി കാണാം ആ പ്രോപ്പർട്ടി. അതിന് ശേഷമേ നമുക്ക് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെയ്താൽ മതി. റെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം? റെന്റ് ഇപ്പൊ ഷെയറിംഗ് ആണെങ്കിൽ എന്തായാലും ഒരു 500 euros, നാട്ടിലത്തെ ഒരു 45,000 പെർ ഹെഡ്. ഷെയറിംഗ് ആണെങ്കിലും ഒരു 450 to 550 റേഞ്ചിൽ എന്തായാലും ഷെയറിംഗിൽ എമൗണ്ട് വരും. 450 to 550. അതല്ല നിങ്ങൾക്ക് ലൈക്ക് ഒരു റൂം ഒറ്റയ്ക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ലൈക്ക് എന്താ പറയാ യുഗോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഉണ്ട്. അത് പെർ റൂം എനിക്ക് 1000 euros അടുത്താ വരുന്നത്. അതൊരു കോമൺ കിച്ചണും ഒരു സ്വന്തമായിട്ടൊരു റൂം, ഒരു ബാത്റൂം. 1000 euro. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പോ 20 hours വർക്ക് ചെയ്താലും നമുക്ക് മന്ത്ലി ഒരു 1200 എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. ഷെയറിംഗ് ആണ് നല്ല. ആസ് ഒരു സ്റ്റുഡന്റ് വരുമ്പോൾ ഷെയറിംഗ് ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളായാലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാക്കി ഒരു ഗ്രൂപ്പ് ഉള്ളത് നല്ലതാ. താങ്ക് യു. ഓക്കെ, അക്കോമഡേഷന് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ അതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക്
എത്ര പേർക്കാണ് ഗ്രൂപ്പ്, എത്ര പേർക്കാ വേണ്ടത്, നിങ്ങൾ എവിടെയാണ്, ഏത് കോളേജാണ്, എപ്പോഴാ വരുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അക്കോമഡേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലീഡ്സ് കിട്ടുവാണ്, നിങ്ങൾക്ക് ഇവിടെ ഇന്ന ഏരിയയിൽ മതി, ഒരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്ട്ലി വ്യൂ ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ എന്നെ അതിന് കോൺടാക്ട് ചെയ്യാൻ, ഞാൻ ഡയറക്ട്ലി പോയി അവർ കണ്ട് സംസാരിച്ച് പ്രോപ്പർട്ടി ഒക്കെ ഓക്കെ ആണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഡയറക്ട്ലി അവർക്ക് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വേറെ ആർക്കെങ്കിലും അക്കോമഡേഷന് ഇപ്പൊ ഉടനെ ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അബ്രാം, എൻ്റെ 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഏപ്രിൽ ഇൻടേക്കിൽ. അത് ഞാൻ ഡയറക്ട്ലി കണക്ട് ചെയ്യാം. ഓക്കെ. അക്കോമഡേഷൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വിസയെ കുറിച്ചോ, ലൈക്ക് പാർട്ട് ടൈമിനെ കുറിച്ചോ, കോഴ്സിനെയോ, അയർലൻഡ് കോളേജിനെ പറ്റി എന്തെങ്കിലും? ഓക്കെ, ഞാൻ എൻ്റെ കുറച്ച് കാര്യം പറയാം. നിങ്ങൾ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയില്ല. നിങ്ങൾ നെർവസ് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻട്രി ഫ്ലൈയുടെ ത്രൂ ആ വന്നത്. A to Z കാര്യങ്ങൾ നല്ല ലൈക്ക് ടൈം ടു ടൈമിൽ എല്ലാം കറക്റ്റ് ആയിട്ട് ഇവര് ചെയ്ത് പൊക്കോളും. ജസ്റ്റ് ഹായ്. ഈ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് അങ്ങനെയൊക്കെ, ഐ മീൻ ഗ്രീൻ കാർഡിൽ ഒരു 60,000 യൂറോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഐ മീൻ PR-ലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയാമോ? അതുണ്ട്. ഈ ക്രിട്ടിക്കൽ സ്കിൽ ജോബ്സ് എന്ന് പറഞ്ഞൊരു ലൈക്ക് ആരിഷിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇത് പറയുന്നത് വെച്ചാൽ അതിൽ ഒരു എല്ലാ വർഷവും ഇവർ ഇറക്കും ഇത്രയും ജോബ്സും ഈ പറഞ്ഞ ജോബും ഒക്കെയാണ് ലൈക്ക് ക്രിട്ടിക്കൽ സ്കില്ലിന്റെ അണ്ടറിൽ തന്നെ പെർ ഇയർ ഈ പറഞ്ഞ ഈ എമൗണ്ട് ലൈക്ക് നമ്മുടെ ആനുവൽ ഇൻകം കഴിഞ്ഞ വർഷം ഐ തിങ്ക് 38,000 യൂറോസ് ആയിരുന്നു. ഈ വർഷം അത് 48,000 യൂറോസിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് 2 ഇയേഴ്സിൽ ഈ PR-ന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടുക. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയാം 42,000 യൂറോസ് ആണ് ഈ വർഷത്തെ ലൈക്ക് നമുക്ക് വേണ്ടിയ ക്രിട്ടിക്കൽ സ്കില്ലിന്റെ ഇതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയല്ല, നിങ്ങൾ അണ്ടർ പെയ്ഡ് ആണ്, ഒരു 35,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് സ്പോൺസർഷിപ്പ് ചെയ്യാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ലിങ്ക് ഞാൻ അയച്ചു തരാം അഞ്ജുവിന്. നമുക്ക് ഈ സെൽഫ് സ്പോൺസർ ചെയ്തിട്ട് നമുക്കിവിടെ വീണ്ടും ലൈക്ക് ഇപ്പൊ സെൽഫ് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു 3-4 വർഷം നിന്നാലേ PR-ന്റെ കാര്യം ആവുള്ളൂ. ലൈക്ക് നമുക്ക് അപ് ടു ലൈക്ക് യൂറോസ് ഇൻകം ഇല്ലാത്തതും കൊണ്ട്. അപ്പോ ഇപ്പൊ 42,000 യൂറോസ് ഉണ്ട്. നമ്മുടെ ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സിൽ തന്നെ നമുക്ക് PR-ഉം കാര്യങ്ങളൊക്കെ കിട്ടും. ക്രിട്ടിക്കൽ ജോബിന്റെ ക്രിട്ടിക്കൽ സ്കിൽസിന്റെ അണ്ടറിൽ വരുവാണെങ്കിൽ. നമുക്ക് വർക്ക് പെർമിറ്റിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് വരെ ഉണ്ടായിരിക്കണം? ഒരു വർക്ക് പെർമിറ്റിന് നമ്മൾ എലിജിബിൾ ആണോന്നുണ്ടെങ്കിൽ അതൊരു 30,000 ഒക്കെ യൂറോസ് ആണോ? അത് ഞാൻ പറഞ്ഞത് ലൈക്ക് ഇപ്പോ 2 ടൈപ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കമ്പനി വിസ സ്പോൺസർ ചെയ്യും. ഇപ്പൊ EY, KPMG ഒക്കെ ഉണ്ട്, അവർ കമ്പനി വിസ സ്പോൺസർ ചെയ്യും. അപ്പൊ നിങ്ങൾ അത് അണ്ടർ പെയ്ഡ് ആണ്, ലൈക്ക് അണ്ടർ പെയ്ഡ് മീൻസ് ഈ നമ്മുടെ ആനുവൽ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ സ്കില്ലിന്റെ പറഞ്ഞ 42,000 ലൈക്ക് ഏത് വർഷം എല്ലാ വർഷം ഒരു ഇത്രയും ലൈക്ക് എമൗണ്ട് കൂട്ടിയാ വരുന്നത്. അത്ര ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് സ്പോൺസർ ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് വേറെയാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF ഞാൻ അയച്ചു തരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങളെല്ലാരും ഏത് ഇൻടേക്കാ നോക്കുന്നേ? ഈ
സെപ്റ്റംബർ ഇൻടേക്കാണോ അടുത്ത വർഷം ജാനുവരി ഇൻടേക്കാണോ നിങ്ങൾ വരുന്നത്? ഈ ഇൻടേക്ക് ആരെങ്കിലും വരാനുണ്ടോ ഇതില്? അതിലാരെങ്കിലും ഉണ്ടോ? യെസ് സർ. നീനു ഈ ഇൻടേക്കാണോ വരുന്നത്? ഏപ്രിൽ ഇൻടേക്കാ? സെപ്റ്റംബർ അല്ല സെപ്റ്റംബർ. സെപ്റ്റംബർ ഇൻടേക്ക്. ഓക്കെ. വിസ കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? ഇല്ല, മെയില് വെക്കുന്നുള്ളൂ. മെയിൽ വെക്കുന്നു. ഓക്കെ ഓക്കെ. ലോണും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി? ലോൺ ഇല്ല, ഓൺ ഫണ്ടാണ്. ഓക്കെ. സെപ്റ്റംബറിലാണ് വരുന്നത്. അപ്പോൾ സെപ്റ്റംബറിന്റെ ഒരു മാസം മുന്നേ ലൈക്ക് അക്കോമഡേഷൻ ഒന്നും റെഡി ആയില്ലെങ്കിൽ ഒരു മാസം മുന്നേ തന്നെ തപ്പി തുടങ്ങണം കേട്ടോ. പിന്നെ പിന്നെ പറയാനുള്ള എല്ലാ ഇൻടേക്സിൽ പറഞ്ഞ പിള്ളേർക്കും കയ്യിൽ ഒരു മിനിമം ഒരു 3 to 5 lakhs കയ്യിൽ കരുതുക. ഒരു പാർട്ട് ടൈം കിട്ടണ വരെ ഒരു സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ മിനിമം ഒരു 3 to 5 lakhs എന്തായാലും വേണം. കാരണം വന്നിറങ്ങണ ദിവസം തന്നെ അക്കോമഡേഷന്റെ പേരും പറഞ്ഞ് നമുക്ക് എന്തായാലും ഒരു 1 lakh euro 1 lakh rupees പോകുന്നല്ല, നമ്മുടെ 500 ഡെപ്പോസിറ്റും 500 റെന്റും എന്നുള്ള രീതിക്ക് അവർക്ക് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ജോബ് കിട്ടുന്ന വരെ നമുക്കൊന്നൊരു സർവൈവ് ചെയ്യാൻ വേണ്ടി മിനിമം ഒരു 3,000-4,000 euro എന്തായാലും വേണം. അപ്പൊ അത്രയും കരുതുക. ബാക്കി അനാവശ്യ എക്സ്പെൻസസ് ഒക്കെ എന്തായാലും കളഞ്ഞ് ഇവിടെ ഒന്ന് പാർട്ട് ടൈം ഒക്കെ കിട്ടി ഓക്കെ ആവണ വരെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അതിന്റെ ഒരു അഡ്വൈസ് ആണ്, ഇതാണ്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഗാൽവേയിൽ എൻ്റെ ഫ്യൂ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ ഗാൽവേ പോയിട്ടുണ്ട്. നല്ലൊരു സിറ്റിയാണ്. നല്ല ഡബ്ലിനേക്കാളും കുറച്ചും കൂടി കാമായിട്ടുള്ള പ്ലേസും കാര്യങ്ങളാണ്. പിന്നെ ഗാൽവേ യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് അപ്രോച്ചിന് ഗാൽവേയിലേക്കാണ്. ഇപ്പോൾ എന്നോട് ഇപ്പോൾ കുറെ എനിക്ക് ഒരു DMs വന്നായിരുന്നു, മെസ്സേജസ് വന്നായിരുന്നു ഗാൽവേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. ഞാൻ വന്നപ്പോൾ അത്ര പോപ്പുലർ അല്ലായിരുന്നു ഈ ഗാൽവേ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ സിറ്റിയും അവിടുത്തെ എഡ്യൂക്കേഷൻ കൊണ്ടാണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ നോളജും കാര്യങ്ങളൊക്കെ തന്നതും. എനിക്ക് തോന്നുന്നു അവര് ഇന്റേൺഷിപ്സ് ഒക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഗാൽവേയുടെ യൂണിവേഴ്സിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അത്ര പോപ്പുലർ ആവാൻ കാരണം. കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ ഗാൽവേ? ഗാൽവേ സ്കോളർഷിപ്പ് കൊടുക്കണ്ടോന്ന് അറിയില്ല. അതെന്തായാലും ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കേണ്ടി വരും. ഹായ് അഞ്ജു, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗാൽവേ. ഐ തിങ്ക് അറൌണ്ട് 10,000 euros വരെ സ്കോളർഷിപ്പ്, ഡിപ്പെൻസ് ഓൺ ദ പ്രൊഫൈൽ ആണ് കേട്ടോ. സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു സ്റ്റുഡന്റിന് ഗാൽവേയിൽ അറൌണ്ട് ഒരു 7,000 ഒക്കെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അയർലൻഡിലെ മിക്ക യൂണിവേഴ്സിറ്റിയിലും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോളേജിലാണെങ്കിലും. ബട്ട് അത് ബേസ്ഡ് ഓൺ ദ പ്രൊഫൈൽ ആണ് വരുന്നത്. ബട്ട് നമുക്ക് വൺസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും ഓരോ കോളേജും. ഏതായാലും എല്ലാ കോളേജിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കോളർഷിപ്പ്. എമൗണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അക്കോമഡേഷന്റെ കേസ് ആണെങ്കിലും ഗാൽവേയും ഇപ്പൊ ഡബ്ലിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര റെന്റ് ഇല്ല. സിറ്റി ആയത് കൊണ്ടാണ് പെർ ഹെഡ് 500 കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഡബ്ലിന്റെ പുറത്ത് പോയി, സിറ്റിയുടെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹോൾ അപ്പാർട്ട്മെന്റ് ഒരു 1,200 euros കിട്ടും. നമുക്കൊരു 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഈസിലി നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. ഗാൽവേയിലൊക്കെ റെന്റ് ഭയങ്കര കുറവായിരിക്കും. കാരണം അത് ലൈക്ക് ഡബ്ലിൻ സിറ്റിയിലാണ് ഇത്രയും ഹ്യൂജ് റെന്റ് ഉള്ളത്. ഭയങ്കര ക്രൗഡഡ് ആണ്. ഈ അക്കോമഡേഷൻ ഒക്കെ ഭയങ്കര ഹൈ ആണ് റേറ്റ് എന്ന് പറയുമ്പോൾ. നമ്മളൊരു ഒരു 20 hours വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു 2 weeks മണി റെന്റിൽ തന്നെ പോകും. അപ്പോൾ ഈ ഡബ്ലിന്റെ കുറച്ച് ഔട്ട്സ്കേർട്സിൽ താമസിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കോളേജിന്റെ അടുത്ത് തന്നെ നോക്കണമെന്നില്ല. എനിക്ക് ഈ 24 hours ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കോളേജ് ഡിലേ ഒന്നും ആവില്ല, ലേറ്റ് ഒന്നും ആവില്ല. എല്ലാ സ്ഥലത്തേക്കും ഡബ്ലിൻ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ചെറിയ സ്ഥലമാണ്. റീച്ച് ഔട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പം. എല്ലാ സ്ഥലത്തേക്കും നല്ല ട്രാൻസ്പോർട്ടേഷനും
നമുക്ക് ഈ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ തന്നെ നമുക്ക് എങ്ങോട്ടാണ് എങ്ങനെയാ പോകേണ്ടത്, ഏത് ബസ്സാണ് പിടിക്കുന്നത്, ഏതാ ട്രെയിനാണ് പിടിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോ ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഏരിയ നോക്കുക. ലൈക്ക് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക അഫോർഡബിൾ ആണോ, ഞാൻ അവിടെ പോയി നോക്കാം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെ റീച്ച് ഔട്ട് ചെയ്യാം. എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വന്ന ദിവസം തൊട്ട് എനിക്ക് ഇപ്പോൾ എയർപോർട്ട് പിക്കപ്പ് വേണോ, ഞാൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാം. പിന്നെ അക്കോമഡേഷന്റെ അസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ വിസ സ്റ്റാമ്പ് 2 സ്റ്റാമ്പ് 1 പോകുന്നതും ലൈക്ക് സ്റ്റാമ്പ് 2 എക്സ്റ്റെൻഡ് ചെയ്യുന്നതും എല്ലാം ഞാൻ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. അത് എന്നോട് കുറച്ച് സ്റ്റുഡൻസ് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ലൈക്ക് ഇപ്പൊ DBSലെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ്, മൺഡേ ടു ഫ്രൈഡേ ആണോ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ഓക്കെ, ഞാൻ DBSലെ പഠിച്ചത്. അപ്പോൾ ഫ്യൂ കോഴ്സസിന് 2 to 3 days ഓർ 2 to 4 days മാക്സിമം പോയാൽ അത്ര 5 ദിവസമൊന്നും ക്ലാസ്സും DBSലില്ല ഒരു കോഴ്സിനും. പിന്നെ ഗ്രിഫിത്തിലാണ് മൺഡേ ടു ഫ്രൈഡേ ഉള്ളത്, കോഴ്സ് ഉള്ളത്. അപ്പോൾ ഗ്രിഫിത്തിൽ പോണ സ്റ്റുഡൻസ് എന്താ പറയാ, കുറച്ചും കൂടി പാർട്ട് ടൈമിന് അവർക്ക് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഗ്രിഫിത്തിലെ സ്റ്റുഡൻസിനാട്ടോ. DBS ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈ പാർട്ട് ടൈമും കോളേജും രണ്ടും നല്ല സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ അവിടെ ആണെങ്കിൽ ലൈക്ക് പ്രാക്ടിക്കൽ നോളജ്, DBSലാണെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് നല്ലോണം ഉണ്ട്. നല്ല രീതിക്ക് നല്ല പ്രൊഫസേഴ്സ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്താ പറയാ, ഞാനിപ്പോ എന്റെ കോൺവൊക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നവംബറിലാണ് എന്റെ കോൺവൊക്കേഷൻ. ഞാൻ എന്റെ കോഴ്സ് പാസ്സായി. അത്യാവശ്യം നല്ല മാർക്കും ഗ്രേഡ്സും ഉണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ട് ചേച്ചി, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും? ലൈക്ക് ചില സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ട്, കോളേജിൽ പഠിക്കുന്നതാണോ അതോ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണോ, ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ലൈക്ക് ജോബ് ലൈക്ക് ആഫ്റ്റർ സ്റ്റഡീസ് കിട്ടുന്നതിൽ? എനിക്ക് തോന്നിയത് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്കിൽസ്. നമുക്ക് എത്രത്തോളം നമ്മുടെ CV സ്കിൽസ് ഉണ്ടോ, നമുക്ക് എത്രത്തോളം സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അത്രയും ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതോ കോളേജസ് പഠിക്കുന്നതൊന്നും ഡിഫറൻസ് ഉണ്ടാവില്ല. നമുക്ക് എന്താണോ ലൈക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുക. അപ്പൊ ലൈക്ക് എന്താ പറയാ, ഞാനിവിടെ വന്നിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. ലൈക്ക് എന്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ കുറെ സമയം പാർട്ട് ടൈമിൽ തന്നെ പോയിട്ടുണ്ട് കുറെ ടൈമിൽ. ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ലൈക്ക് ഞാൻ ആസ് ഒരു ഫൈനാൻസ് സ്റ്റുഡന്റ്, അക്കൗണ്ടിങ് സ്റ്റുഡന്റ്, ഇവിടെ അക്കൗണ്ടിങ് ഫേംസ് ഉണ്ട്, അവിടെ ചെന്ന് അവരെ ഷാഡോ ചെയ്യേണ്ട സമയം ഒക്കെ ഞാൻ ഇവിടെ പാർട്ട് ടൈമിൽ കളഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്കത് കുറച്ചും കൂടി സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ CV വെക്കാൻ ഉപകാരപ്പെട്ടേന്. അപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ വരുന്ന സ്റ്റുഡൻസ് ഏതായാലും, ഇപ്പൊ കൺസ്ട്രക്ഷൻ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും നഴ്സിംഗ് എനിക്കറിയില്ല, ബാക്കിയുള്ള കോഴ്സ് ഒക്കെ ആണെങ്കിൽ IT ഫീൽഡ്, ഇവർക്കൊക്കെ ഷാഡോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതെങ്കിലും ലൈക്ക് ചെറിയ ചെറിയ ഫേംസ് ഉണ്ടാവും, ഈ പറഞ്ഞ എല്ലാവരും ഫീൽഡിൽ ചെറിയ ഫേംസ് ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ലൈക്ക് നമുക്ക് ഷാഡോ ചെയ്യാനുള്ള ഒരു രീതിക്ക് അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ ഷാഡോ ചെയ്യാൻ സമ്മതിക്കും. നമ്മൾ അവരുടെ വർക്ക് ഇവിടുത്തെ എങ്ങനെയാണ് ലൈക്ക് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇന്ത്യൻസും നമ്മളെ ഇന്ത്യൻ കൾച്ചറും ലൈക്ക് ഐറിഷ് കൾച്ചറും ഭയങ്കര ഡിഫറെന്റ് ഉണ്ട് വർക്കിംഗ് കൾച്ചറിൽ. അപ്പോ അവരെ ഷാഡോ ചെയ്ത് അവരെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് CV അത് വെക്കാം, ഷാഡോ ചെയ്തിട്ടുണ്ട്. ചില ടൈമിൽ അവർ പേയും ചെയ്യും നമ്മളെ. അപ്പൊ അത് മാക്സിമം ഇപ്പൊ പഠിച്ച ഫീൽഡിൽ തന്നെ പാർട്ട് ടൈം കിട്ടുന്നില്ല എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിച്ച ഫീൽഡിന്റെ എന്തെങ്കിലും ഒരു ഫേമിൽ പോയി നോക്കുക, നമുക്ക് ഷാഡോ ചെയ്യാൻ അവർ സമ്മതിക്കുന്നുണ്ടോ നോക്കുക. പതുക്കെ അവർ നമുക്ക് അവരുടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് തരും. നമ്മളത് ചെയ്യുക, നമുക്ക് CV വെക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷനും അയർലൻഡിൽ ചെന്നിട്ടുള്ള എഡ്യൂക്കേഷനും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്? അവിടെ കൂടുതലും സ്കിൽ ഓറിയന്റഡ് ആണോ അതോ എങ്ങനെയാണ്, തിയറിറ്റിക്കൽ? ഇവിടെ കൂടുതലും തിയറിറ്റിക്കൽ ആണോ ഇന്ത്യയിൽ? ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ പ്രൊഫസേഴ്സ് കാര്യങ്ങളാണെങ്കിലും നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ നോളജിനായിട്ട് വേണ്ടിയിട്ട് ഒരു അസൈൻമെന്റ് വരും. നമ്മളത് ഇറങ്ങി നമ്മളത് എനിക്ക് തോന്നുന്നു കുറെ ഇന്ത്യൻ നാട്ടിലാണെങ്കിലും അതങ്ങനെ ഇല്ല. എക്സാംസ് ആണ്, ഒരു സെം മൊത്തം നമ്മൾ ഇരുന്ന് പഠിപ്പിക്കും, പിന്നെ എക്സാം. ഇതങ്ങനെയല്ല. ലൈക്ക് നമ്മൾ ഇറങ്ങി അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം.
ആസ് എ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അസൈൻമെന്റ്സും നമ്മൾ പുറത്ത് ഇപ്പൊ അക്കൗണ്ടിങ് സ്റ്റുഡന്റ് ഫേം ടു ഫേം എനിക്ക് കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഫേക്ക് വെക്കാൻ പറ്റില്ല. ലൈക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട് അതിന്. ഇവര് നമ്മള് ഈ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവര് നമ്മൾ ഫേക്ക് ആണെങ്കിൽ അവർ എന്തായാലും അവരുടെ സൈറ്റിൽ അവർക്ക് മനസ്സിലാവും. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവര് ഈ അസൈൻമെന്റ്സ് വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇരുന്ന എഫേർട്സ്, നമ്മൾ കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക്. എനിക്ക് തോന്നിയേക്കുന്നത് പുറത്തു വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ലൈക്ക് നല്ലൊരു ഡിസിഷൻ ആണ് പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും. അതിപ്പോ മാസ്റ്റേഴ്സ് ആണെങ്കിലും 1 year കൊണ്ട് നിങ്ങൾക്ക് ലൈക് ത്രൂ ഔട്ട് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ലൈക് കവർ ചെയ്യാൻ പറ്റും. DBS ആയതുകൊണ്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു എനിക്കെല്ലാം സ്മൂത്ത് ആയിരുന്നു. ഓൾമോസ്റ്റ് എന്റെ സ്റ്റഡീസ് ആയാലും എനിക്ക് എന്റെ വർക്ക് ആയാലും എനിക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി. ചില കോളേജസ് ലൈക്ക് ഗ്രിഫിത്ത് അങ്ങനെയൊക്കെ സ്റ്റുഡൻസ് പറയുന്നുണ്ട് അവർക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, അതുകൊണ്ട് പാർട്ട് ടൈം പറ്റുന്നില്ല എന്നൊക്കെ ഡിഫിക്കൽട്ടീസ് പറയുന്നുണ്ട്. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് DBS കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണല്ലേ പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും? അതെ, DBS ഫ്ലെക്സിബിൾ ആണ് ആ കാര്യത്തില്. നമുക്ക് ഇവിടെ ഏത് ഷോപ്സിൽ പോയാലും അവർ നമ്മൾ ആദ്യം ചോദിക്കുന്നത് സ്റ്റുഡന്റ് ആയതുകൊണ്ട് സ്റ്റുഡന്റ് വിസ അവർക്ക് മനസ്സിലാവുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവർ ചോദിക്കുന്നത് നമ്മുടെ അവൈലബിലിറ്റി ആണ്, ഏതൊക്കെ ദിവസം വർക്ക് ചെയ്യാൻ പറ്റും എന്നവർ ചോദിക്കും. അപ്പൊ നമ്മൾ പറയാ നമുക്ക് ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ട്, ഏതൊക്കെ ദിവസമാണെന്ന് പറയാ. പിന്നെ ബാക്കിയുള്ള ദിവസമേ അവര് ലൈക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇടുള്ളൂ. ഇത്ര അവർ വെച്ച് ഇടുള്ളൂ. 5 മണിക്കൂറായിരിക്കും, 7 മണിക്കൂറായിരിക്കും, 10 മണിക്കൂർ പെർ ഡേ, അങ്ങനെ നമുക്ക് ചെയ്യാം. സോ ഒരു ഡൗട്ട് കൂടെ, ലൈക്ക് ഇപ്പൊ എനിക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അപ്പം സ്പൗസ് അലൗഡ് അല്ലല്ലോ അയർലൻഡിൽ പഠിക്കാൻ പോകുമ്പോ. സോ ആഫ്റ്റർ ദാറ്റ് സ്റ്റേ ബാക്കിന്റെ സമയത്ത് സ്പൗസിനെ ഒക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? പറ്റും, ഓപ്ഷൻസ് ഉണ്ട്. വിസിറ്റിങ്ങിന് വരാൻ നമുക്ക് ഇവിടെ ഇപ്പോ സ്പൗസിനെ കൊണ്ടുവരാം. എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, അവരിപ്പോ കൊണ്ടുവന്നായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു. അപ്പൊ വിസിറ്റിങ്ങിന് വരാം, വിസിറ്റിങ്ങിന് വന്നതിൽ പ്രശ്നമില്ല. അപ്പൊ പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ലക്ഷ്യ ഇതായിട്ട് നമുക്ക് സ്പൗസ് വിസയിൽ കയറും. ക്രിട്ടിക്കൽ സ്കിൽ വിസ ജോബിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് സ്പൗസിനും ഈസി ആയിട്ട് വരാൻ പറ്റും അല്ലേ? അതങ്ങനെയാണ്. സോ ഇപ്പം അല്ലാണ്ട് ഇപ്പൊ അയർലൻഡിലെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ്, ലൈക് കൺട്രി വൈസ് കമ്പയർ ടു ഇന്ത്യ എങ്ങനെയാണ് വരുന്നത്? എനിക്ക് ഭയങ്കര സമാധാനമാണ് ഇവിടെ വന്നിട്ട്. എനിക്ക് രാവിലെ എണീറ്റ് ഞാൻ നോക്കുമ്പോ എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റീൽസാ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങള് ഒന്നുമില്ല. ഭയങ്കര കാമാണ്, ഭയങ്കര പീസ്ഫുൾ ആണ്, സമാധാനമുണ്ട് കുറെ കാര്യത്തില്. ആരും നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് നമ്മുടെ കാര്യം അങ്ങനെ. പാപ്പിക്കാണെങ്കിൽ ഹോം സിക്നെസ് അങ്ങനെയൊന്നും കൾച്ചർ ഷോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ അവിടെ ചെന്നപ്പോ? ഇല്ല. ഭാനുപ്രിയ എന്തോ അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ 3 years ബാച്ചിലേഴ്സ് ആണ് ഞാൻ ചെയ്തത്. അപ്പോ പ്രശ്നമില്ല, നമുക്ക് അപ്ലൈ ചെയ്യണില്ല. ചില യൂണിവേഴ്സിറ്റിയിൽ ഐ തിങ്ക് 4 years മാൻഡേറ്ററി ആണ്. ഇപ്പൊ DBS അങ്ങനത്തെ കുറച്ച് കോളേജസ് 3 year അക്സെപ്റ്റ് ചെയ്യും. ചില കോഴ്സുകൾക്ക് അവർ 4 year ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന കോഴ്സിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് അവരമ്മയോട് ചോദിക്കാം കേട്ടോ. സോ ഒരു സ്റ്റുഡന്റ് അയർലൻഡിൽ വരുമ്പോ ലൈക്ക് അറൌണ്ട് എത്ര എമൗണ്ട് കയ്യിൽ വെക്കണം? ലൈക്ക് ഒരു 3 to 4 lakhs കയ്യിൽ വേണോ? അങ്ങനെ മോർ ദാൻ 3, ഒരു 5-6 ആ ഒരു റേഞ്ച് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ താമസിക്കുന്ന ഏരിയ, ഇപ്പോ ഗ്രോസറീസ് മേടിക്കലായാലും റെന്റ്, ഇലക്ട്രിസിറ്റി, ഇപ്പൊ ഈ 500 ചിലപ്പോ നമ്മുടെ
ബിൽസ് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ചിലപ്പോൾ ബിൽസ് ഒക്കെ ചിലപ്പോൾ ഒരു €60 €70 ഒക്കെ വരാം. ഇപ്പൊ 2 months കൂടുമ്പോൾ വരണമെങ്കിൽ ചിലപ്പോൾ €120 ഒക്കെ ഒരാളുടെ നിന്ന് പോവാം. അപ്പോൾ മാക്സിമം എമൗണ്ട് സേവ് ഇപ്പൊ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം എമൗണ്ട് സേവ് ചെയ്ത് കയ്യിൽ വെക്കുക. നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും ഇവിടെ വരുമ്പോ. കാരണം ഇപ്പൊ ഒരു പാർട്ട് ടൈം കിട്ടണവരെ സർവൈവ് ചെയ്യണം. ലൈക്ക് ഞാൻ ഇവിടെ വന്നപ്പോ എന്താ പറയാ, ഞാൻ ഈ പറഞ്ഞൊരു എമൗണ്ടിൽ കുറച്ച് എമൗണ്ട് കുറഞ്ഞു പോയി. അതിനനുസരിച്ചുള്ള ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്തായിരുന്നു. പക്ഷെ ഇവൻച്വലി അത് പാർട്ട് ടൈം കിട്ടിയപ്പോൾ കോമ്പൻസേറ്റ് ആയി റെഡിയായി കാര്യങ്ങളൊക്കെ. ഒരു പാർട്ട് ടൈം കിട്ടുന്നവരോട് സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. ആ സ്ട്രഗിളൊക്കെ കുറച്ച് ഫേസ് ചെയ്യേണ്ടി വരും. എന്റെ ഫ്രണ്ട് UCD പഠിക്കുന്നുണ്ട്. അവിടെ എന്താ പറയാ, എനിക്ക് ഡെസർട്ടേഷൻ വെക്കണമായിരുന്നു. എന്റെ ഫ്രണ്ട് ഡെസർട്ടേഷൻ വെക്കേണ്ട കാര്യമില്ല. അവർക്ക് കമ്പനി ടു കമ്പനി EYയിലായാലും KPMGയിലായാലും അവർക്ക് ലൈക്ക് അവരെ ഹയർ ചെയ്ത് ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഇന്റേൺഷിപ്പ് ഹയർ ചെയ്തിട്ട് എന്താ പറയാ, അവർക്ക് ഓരോ ക്ലയൻസിനെ കൊടുക്കും. അവർക്ക് ശരിക്കും ഒരു പ്രാക്ടിക്കൽ നോളജ് എന്നുള്ള രീതിക്കാണ് അവർക്ക് അവിടെ ചെയ്യുന്നത്. കുറച്ചും കൂടി ലൈക്ക് നമുക്കൊരു വർക്ക് ലൈഫ് എങ്ങനെയാണ്, ഐറിഷ് വർക്ക് ലൈഫ് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ UCD കോഴ്സ്. എന്റെ ഫ്രണ്ട് ഫൈനാൻസ് ആണ്. എനിക്ക് ഫൈനാൻസ് ഫീൽഡിലെ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ലൈക്ക് കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ അറിഞ്ഞതാണ്. അവർക്ക് പ്രോജക്ട്സും അസൈൻമെന്റ്സ് ഒക്കെ ലൈക്ക് ഭയങ്കര കുറവാ. അവർക്ക് ഈ എന്താ പറയാ, ഫോംസിൽ പോയി അല്ല പ്രാക്ടിക്കൽ നോളജ് ആണ് കൂടുതൽ അവർക്ക് ഉള്ളത്. അവർക്ക് തിയറി ആയാലും ആഴ്ചയിൽ ചിലപ്പോൾ 2 days ഒക്കെ അവർ ക്ലാസ് ഉണ്ടാവുള്ളൂ UCDയിൽ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കോളേജും ലൈക്ക് നല്ലതാണ്. എന്താ പറയാ, നല്ല ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിക്കുള്ള നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതുവരെ ഒരു സ്റ്റുഡന്റും വന്നിട്ട് അങ്ങനെ കംപ്ലൈന്റ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്റെ ഫീൽഡ്, എന്റെ ഒരു ഫൈനാൻസ് ഫീൽഡിലായാലും അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല. വേറൊരു കോഴ്സ് ആയാലും അത് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ യൂണിവേഴ്സിറ്റീസും അതിൻ്റെതായ നല്ല രീതിക്ക് ക്യാഷ് മേടിക്കുന്നതിന്റെ അവർ നല്ല രീതിക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ UCD, DCU, ട്രിനിറ്റി, NCI, ഇതൊക്കെ ഡബ്ലിനിൽ ഉള്ള എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ള കോളേജസ് ആണ്. തൊട്ടടുത്താണ് ഗ്രിഫിത്ത് ഉള്ളത്. ഇതൊക്കെ നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. എല്ലാവരും നല്ലൊരു കോളേജും കാര്യങ്ങളാണ്. പ്രൊഫസർ ആയാലും പിന്നെ ഗ്രിഫിത്തിൽ നല്ല ക്യാമ്പസ് ഉണ്ട്, ക്യാമ്പസ് ലൈഫ്. പിന്നെ ട്രിനിറ്റി ആയാലും നല്ല ക്യാമ്പസ് ലൈഫ് ഉണ്ട്. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ ആലം റിലേറ്റഡ്? ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി, നമ്പർ നോട്ട് ഡൗൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ്ലി അഭിരാമിനോട് ചോദിച്ചു. ഇനിയിപ്പോ നിങ്ങൾക്ക് അഭിരാമിന്റെ നമ്പർ വേണമെങ്കിൽ എന്നെ കണക്ട് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഓക്കെ, ഐ തിങ്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ വിസയ്ക്ക് വെക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഞാൻ എൻട്രി ഫ്ലൈ ത്രൂ വന്നേ. അപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഞാൻ വേറൊരു ഏജൻസിയിലായിരുന്നു നേരത്തെ. അപ്പൊ അവര് എന്നോട് പറഞ്ഞത് അയർലൻഡ് കളി കാണാൻ പറ്റില്ല എന്നാണ്. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് രമേശ് ചേച്ചിയൊക്കെയാണ്. അപ്പോ ലൈക് ട്രസ്റ്റ് ദ പ്രോസസ്. എല്ലാം ശരിയാവും. എല്ലാവർക്കും വിസ എന്തായാലും അപ്രൂവ് ആവും. എല്ലാം നന്നായിട്ട് പറ്റേ. പിന്നെ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ആസ് എ കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണമെങ്കിലും എപ്പോഴായാലും നിങ്ങൾക്ക് തന്നെ റീച്ച് ഔട്ട് ചെയ്യാം. ഞാൻ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം എല്ലാത്തിനും.
സോ നിങ്ങൾക്ക് ഇപ്പം ലൈക്ക് ഇവിടുന്ന് കയറി ചെന്നിട്ടായാലും ഇപ്പം എല്ലാ ഏജൻസിയും കയറി ചെല്ലുന്നതോട് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ടേക്ക് കെയർ ചെയ്യുള്ളൂ. ബട്ട് നമ്മൾ എൻട്രി ഫ്ലൈയിൽ നിങ്ങൾ അവിടെ ചെന്നിട്ടും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഇപ്പം അക്കോമഡേഷൻ ആയിക്കോട്ടെ, അവിടെ കോളേജിലെ ഇഷ്യൂസോ എന്താണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഈവൻ സിം എടുത്തു തരുന്നതിലും എയർപോർട്ട് പിക്കപ്പ് എല്ലാ കാര്യങ്ങൾക്കും അഭിരാം അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹെൽത്തിന് ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒരു കൺട്രി ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാം നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബിന് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അഭിരാം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ എൻട്രി ത്രൂ പോകുന്ന എല്ലാ സ്റ്റുഡൻസും അഭിരാമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് അവിടെ ചെന്നതിന്റെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ റീസെന്റ് പോയ ലാസ്റ്റ് സ്റ്റുഡൻസുമായിട്ട് അഭിരാം ഡിന്നർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് കയറി പോകുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് ആയിരിക്കില്ല. നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു അലുമിനി നെറ്റ്വർക്ക് തന്നെ ഉണ്ട് അയർലൻഡിൽ. സോ നിങ്ങൾക്ക് ഈവൻ അബി ആണെങ്കിലും ത്രൂ ഔട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ആരും വറി ചെയ്യണ്ട. എന്തെങ്കിലും കൺസേൺസോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻട്രി ഫ്ലൈ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അബിയായിട്ട് സംസാരിക്കണമെങ്കിൽ അബി അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഇൻഡെപ്ത് ആയിട്ട് കോഴ്സിനെ പറ്റിയോ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയോ അറിയാൻ വേണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്റെ കണക്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഫോർവേഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ബാക്കി എന്ത് കാര്യം ഉണ്ടെങ്കിലും I will there for you guys. So that's it. So thank you, Abhiram, for your thank wonderful section. It was truly insightful and engaging. So നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അഭിരാമിനെ കണക്ട് ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലും കൗൺസിലേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അതേ കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അല്ല എങ്കിൽ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാം. സോ അഭിരാമിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഇനിയും നമ്മൾ വെബിനാർ ഫ്യൂച്ചറിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഐ ഹോപ്പ് എല്ലാവരും ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഫ്ലൈ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി കേട്ടോ. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം അഭിരാം. വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ദിസ്. Okay, thank you, Abhiram. Bye. Thank you, Abhiram. Bye. Thank you.